ഹായ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്ന് മകരവിളക്ക് സംബന്ധിച്ച് ഞങ്ങൾക്ക് ചക്കരയ്ക്ക് ഇന്ന് ക്ലാസ്സില്ലായിരുന്നേ. അപ്പോൾ ചക്കരയ്ക്ക് ഒരു നിർബന്ധം, ഇന്ന് എവിടെയെങ്കിലും പോകാമെന്ന്. നമുക്ക് ദൂരെയൊന്നും പോകാൻ പറ്റിയല്ലോ, ചേട്ടാ എവിടെ ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ അടുത്തൊരു സ്ഥലത്ത് ചുമ്മാ ഉണ്ടാന്ന് വെച്ചിട്ടോ. വൈകുന്നേരം ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞ്, അതുകൊണ്ട് നമ്മുടെ അടുത്താട്ടോ. ഒരു പ്രാവശ്യം നമ്മളൊന്ന് പോയതാണ്, പക്ഷെ വേറെ കുറേ പാർക്കെട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കതൊക്കെ ഒന്ന് കണ്ടിട്ട് വരാവേ. പിന്നെ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ചാക്കോച്ചിനെ കൂട്ടിയിട്ടില്ല കേട്ടോ. അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട് കേട്ടോ നമ്മുടെ ഇവിടുന്ന് അങ്ങോട്ട് പോകാനായിട്ട്. ഞങ്ങൾ മെല്ലെ നടന്നു പോവാം, വൈകുന്നേരം അല്ലേ, അതുകൊണ്ട് മെല്ലെ ഒന്ന് നടന്നു പോവാണേ. അങ്ങനെ നമ്മുടെ ഈ പാറയുടെ അടുത്തെത്തി കേട്ടോ. ഇതുകൊണ്ടോ, ഈ കറാച്ചി എന്ന് പറഞ്ഞ പുല്ലാണ് നിൽക്കുന്നുണ്ടോ. ഈ പഴയകാല സിനിമയിലൊക്കെ ഇങ്ങനെ സീനറി ഉണ്ടായിരുന്നു ഇതേക്കൊട്ടൊക്കെ. ഇതുവഴി ഇങ്ങനെ കയറി പോകാവേ. അവിടുന്ന് കുറച്ച് ദൂരമുണ്ട്, ഒരു 10-20 മിനിറ്റ് ദൂരമുണ്ട് ഇങ്ങോട്ടെ. എന്തോ അതെ, ചക്കര കയറി പോവാട്ടോ. ചക്കരയുടെ പൈനാപ്പിളിനൊക്കെ ആയിട്ട് ചക്കര ഇല്ല. അതുകൊണ്ട് പാറയാട്ടോ ഇവിടെ. ഇവിടെ നിറച്ച് കറാച്ചി രണ്ട് സൈഡിലും ഇങ്ങനെ ഉണ്ട്. കറാച്ചി ഇങ്ങനെ പൂത്ത് നിൽക്കും. കറാച്ചി ഇങ്ങനെ നല്ലതായിട്ട് ഉണങ്ങി പൂത്തിട്ട് ഇത് ഉണങ്ങി നിൽക്കുവാണ്. ചില സമയത്ത് രാത്രി ഇവിടെ തീയൊക്കെ കയറും കേട്ടോ. ആരെങ്കിലുമൊക്കെ തീ കിട്ടും. പണ്ട് ഞങ്ങളിവിടെ അടുത്താട്ടോ താമസിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ നമ്മൾ റോഡ് സൈഡിലേക്ക് സിറ്റിയുടെ ഒക്കെ അടുത്തേക്ക് ഞങ്ങൾ മാറി താമസിച്ചതേ. അയ്യോ, ഇച്ചിരി കിതപ്പൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് പേര് നമ്മൾ നടന്നു വന്നതല്ലേ, അതിൻ്റെ ചെറിയൊരു കിതപ്പുണ്ടേ. അത് ഈ വീടിക്കകത്ത് കേൾക്കുമ്പോൾ മനസ്സിലാവുമായിരിക്കും. അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ. മൊത്തം ഭയങ്കര കാറ്റാട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരു കാറ്റാടി ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ, യന്ത്രം കൊണ്ടുവച്ചാൽ കറണ്ട് കിട്ടും. അതുപോലെ കാറ്റാണ്. ചക്കര കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മടുത്തു. ദേ കുത്തിയിരിക്കുന്നുണ്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങി ആവേശമൊന്നുമില്ല കേട്ടോ. അതവൻ അങ്ങനെ അല്ലേലും വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോൾ നല്ല ആവേശമാണ്. പക്ഷെ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ പിന്നെ അവൻ മടുക്കും. കണ്ടോ, എല്ലാം ഉണങ്ങി കിടക്കുന്നതുകൊണ്ട് വേറൊരു രസമാണ്. കണ്ടോ, അങ്ങനെ തൂവലരുവി ദൂരെ കാണുന്നത് തൂവലരുവിയാട്ടോ. ഇപ്പൊ കുറച്ച് വെള്ളമേ ഉള്ളൂ. നല്ല മഴയാകുമ്പോൾ അതുവഴി നിരന്ന് ഒഴുകി വരുവേ. ഇതുണ്ടോന്നേ, ചെറിയ പുല്ലുകളുണ്ടോ. എന്നാ രസമാണെന്നറിയുമോ കാണാനായിട്ട്. ആ ചെറിയ പുല്ലിനകത്ത് കയറി ഇന്ന് ചക്കര കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുവാണേ. ഭയങ്കര സന്തോഷമായിരുന്നു. എൻ്റെ കഴുത്തേലാണ് കേട്ടോ. അവന് കുറച്ചൊക്കെ എടുക്കുള്ളൂ. പിന്നെ അവനൊന്നും പിടിക്കത്തില്ല. ചെരുപ്പ് വരെ ഇവിടെ ഊരി ദൂരോട്ട് ഓടിപ്പോയി.
ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോഴത്തേന് നല്ല ഭംഗിയുള്ള പാറയിൽ ഒരു കുഴി കണ്ടു കേട്ടോ. കുഴിയിൽ കുറച്ച് വെള്ളം നേരത്തെ മഴയൊക്കെ പെയ്തപ്പോഴത്തേന് അങ്ങോട്ട് അവിടെ കിടന്നാന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു തവള ഇരുന്ന് കരയുമായിരുന്നു കേട്ടോ. അതുപോലെ തൊട്ടപ്പുറത്ത് തന്നെ വേറൊരു കുഴിയും കൂടെ ഉണ്ടായിരുന്നേ. ഈ ഒരു വള്ളത്തിൻ്റെയൊക്കെ ഒരു ആകൃതിയിലായിരുന്നു കേട്ടോ ആ കുഴി. അതൊരു ചെറിയ, അതിന് വലിയ താഴ്ചയൊന്നുമില്ല, എന്നാലും അതിനകത്ത് നേരത്തെ പെയ്ത മഴയുടെ വെള്ളം കിടപ്പുണ്ടായിരുന്നു. പിന്നെ ചക്കരതേ ഇതൊരു കയറിപ്പോട്ടോ. അവിടെ ഇങ്ങനെ ആൾതാമസം ഇല്ലാത്തൊരു വീടുണ്ടായിരുന്നു കേട്ടോ. അവിടെ ആൾക്കാരൊക്കെ പണ്ട് താമസിച്ചുകൊണ്ടൊക്കെ ഇരുന്നായിരുന്നു. ഇപ്പോൾ അവരെല്ലാവരും വഴി സൈഡ് തേടി മാറിപ്പോയി. ഞങ്ങൾ പണ്ട് ഇവിടെ വന്ന് ഇങ്ങനെ കളിക്കാനായിട്ട് വരുമായിരുന്നു. അന്ന് ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എല്ലാവരും പോയി. ഇപ്പോഴത്തെ ഉള്ള എല്ലാ കുടുംബത്തും 1-2 പിള്ളേരുണ്ട്. അവരിപ്പോൾ പുറത്തോട്ട് വിടുവോ ഒന്നുമില്ലല്ലോ. എല്ലാവരും വീട്ടിൽ തന്നെയല്ലേ പഠിത്തവും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഇത് പാറയുടെ ഒരറ്റമാട്ടോ. നല്ല താഴ്ചയുണ്ട്. പക്ഷെ വീടിക്കകത്ത് കാണുമ്പോൾ നിരന്ന് പോലെ തോന്നും. പക്ഷെ താഴോട്ട് നല്ല താഴ്ചയുള്ള ഒരു പാറക്കെട്ടാട്ടോ. നിറയെ പുല്ലൊക്കെ കിളുത്ത് നിൽക്കുന്നുണ്ട്. കുറച്ച് പാറയുടെ ഭാഗമേ കാണത്തുള്ളൂ. നമുക്ക് കുറച്ചങ്ങോട്ട് ഇറങ്ങിപ്പോവാം കേട്ടോ. ഞങ്ങൾ മെല്ലെ ഇറങ്ങിപ്പോവാണേ. തെറ്റിക്കഴിഞ്ഞാൽ അങ്ങ് താഴോട്ട് പോകും. അതുകൊണ്ട് മെല്ലെ മെല്ലെ താഴോട്ടൊന്ന് ഇറങ്ങിപ്പോവാം. ഇറങ്ങി വന്നു കേട്ടോ. പറയിലോട്ടെ പേടിക്കുന്നുണ്ടോ. ഞങ്ങൾ കയറി വന്നു. നമുക്ക് പോയേക്കാം കേട്ടോ. പോക്കുവെയിലിൻ്റെ ശക്തി കൂടി കൂടി വരുവാണേ. ചക്കരയും മടുത്തു. എന്താ വെച്ചാൽ കുറച്ച് ഇറങ്ങിയൊക്കെ നിന്ന് പോയായിരുന്നല്ലോ. അതുകൊണ്ട് ഇനി നമുക്ക് ബൈ പറഞ്ഞേക്കാം. ഞങ്ങളുടെ മുഖത്തേക്ക് തന്നെ വെയിലടിക്കും കേട്ടോ. അതുകൊണ്ട് നേരിട്ട് നോക്കാനേ പറ്റുന്നില്ല. വെയിലടിക്കും. അങ്ങനെ നമ്മുടെ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എന്ന്